ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ഉള്ളൂരുള്ള സൂര്യ സ്പാ ഹെയർ മേക്കപ്പിലാണ്. അതിൻ്റെ എല്ലാമായ സൂര്യയെ നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം സൂര്യ. താങ്ക് യു. ഇന്നിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇന്നൊരു സാരി ഡ്രേപ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. സിൽക്ക് സാരിയാണ്, ഒരു ബ്രൈഡൽ സാരി എങ്ങനെ ഉടുക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ബ്രൈഡ്. ഇതാണ് നമ്മുടെ ബ്രൈഡ് അഭിരാമി മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന കുട്ടിയാണ്. എൻ്റെ സലോണിന് വേണ്ടി മോഡൽ ചെയ്തിട്ടുണ്ട്. മൂവീസിലെല്ലാം ആക്ട് ചെയ്യാൻ പോകുന്ന ഒരു ആളാണ് അഭിരാമി. നമ്മൾ ബ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വേറെ ഇനിയിപ്പം പ്ലീറ്റ്സ് പിടിക്കുന്ന നേരത്ത് മാത്രം ഈ ടീഷർട്ട് ഒന്ന് മാറ്റിയിട്ട് പ്ലീറ്റ്സ് മുകളിലോട്ടുള്ള പ്ലീറ്റ്സ് പിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് സാരി ഡ്രേപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഇത് വൃത്തിയുള്ള തറ ആയതുകൊണ്ട് എനിക്ക് തറയിൽ വെച്ചാലും കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയറൊക്കെ എടുത്ത് വെച്ചിട്ട് ചെയറിലോട്ട് സാരി ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ സാരി ഡ്രേപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫസ്റ്റ് കുത്തുന്ന സ്ഥലത്തിൻ്റെ താഴെയായിട്ട് ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്യണം. പിൻ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാരി താഴോട്ട് വന്നിട്ട് ചവിട്ടാതിരിക്കാൻ വേണ്ടി, നടക്കുമ്പോൾ ചവിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പിൻ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, അതൊരു പുതിയ ടെക്നിക്കാണ്. അതെ. അല്ല, ഇപ്പോൾ പിന്ന് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു ഭാഗം കുറച്ചും കൂടെ മുകളിലോട്ട് കയറ്റി ഉടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടെ ഒരു എന്താ പറയുന്നത്, ചിലപ്പോൾ അതൊരു ഏങ്കോണിച്ച് നിൽക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ പിന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പെറ്റിക്കോട്ട് കെട്ടി വെച്ചിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ്. അത് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കെട്ട് വരേണ്ടത് റൈറ്റ് സൈഡിലാണ്. ലെഫ്റ്റിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ബൾജ് ചെയ്ത് നിൽക്കുന്ന മാതിരി തോന്നും. ഇവിടെയാണല്ലോ കുറച്ച് ഓപ്പൺ വരുന്നത്. അതെ, അവിടെ ബൾജ് ചെയ്യാൻ പാടില്ല. അവിടെ നന്നായിട്ട് ഷേപ്പ് പിടിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പെറ്റിക്കോട്ടിന്റെ കെട്ട് റൈറ്റ് സൈഡിൽ തന്നെ ആയിരിക്കണം എപ്പോഴും. പിന്നെ ലോ വേസ്റ്റ് ആയിട്ടാണ് പെറ്റിക്കോട്ട് കെട്ടേണ്ടത്. ഒരുപാട് മേളിലോട്ട് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്ലീറ്റ്സും, മേളിലുള്ള പ്ലീറ്റ്സ് എല്ലാം കൂടെ വരുമ്പം ഇങ്ങനെ കഴുത്തിലോട്ട് കയറിയിരിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് ലോ വേസ്റ്റ് ആയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ പെറ്റിക്കോട്ട് ഇടുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ സാരി ഉടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ്. പെറ്റിക്കോട്ടിൻ്റെ കെട്ട് എപ്പോഴും റൈറ്റ് സൈഡിൽ വരണം. പെറ്റിക്കോട്ട് എപ്പോഴും ലോ വേസ്റ്റ് ആയിട്ട് ചെയ്യണം. നമ്മൾ ഒരുപാട് വലിച്ചൊടുക്കേണ്ട കാര്യമില്ല സാരി. നമ്മൾ ഇപ്പം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ ഇങ്ങനെ അങ്ങോട്ട് വലിക്കാറുണ്ട്. അങ്ങനെ വലിക്കേണ്ട. നമുക്കൊരു മടക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ മടക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പോലെ തന്നെ വെച്ചാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തറയിൽ മുട്ടുക, അത്രയും മതി. അതിനേക്കാളും കൂടുതലായിട്ട് ലെങ്ത്ത് ഇവിടെ വിടരുത്. ജസ്റ്റ് ഒന്ന് തറയിൽ മുട്ടുക എന്നുള്ള അത്ര ലെങ്ത്ത് വിട്ടാൽ മതി. സ്കേർട്ട് നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ടാണ് കെട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അഴിഞ്ഞൊന്നും വരില്ല. ഇവിടെ ഈ കുത്തുന്നത് എത്രത്തോളം അകത്തേക്ക് പോകണം അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല. അത് നമ്മുടെ സാരിയുടെ ലെങ്ത് വളരെ, ചില സാരിക്ക് ലെങ്ത് കുറവായിരിക്കും. ലെങ്ത് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. കാല് തട്ടുന്ന പ്രശ്നമൊന്നും അങ്ങനെ വരില്ല. നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാല് തട്ടില്ല. അപ്പൊ ഇവിടെ എല്ലാം അകത്തേക്ക് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. കറക്റ്റ് ഹൈറ്റിൽ നമ്മൾ ഇതിനെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യണം. അതിനുശേഷം ഇവിടെ ഒന്ന് വെറുതെ ഒന്ന് പ്ലീറ്റ്സ് എടുത്താൽ മതി. ഇത് കറക്റ്റ് പ്ലീറ്റ് ആവണം എന്നൊന്നുമില്ല. അതൊന്ന് ലെവൽ ഒന്ന് നേരെ ശരിയാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ പ്ലീറ്റ് എടുക്കുന്നത്. അപ്പോൾ സാരിയുടെ നമ്മൾ ആ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ വിട്ട് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? നമ്മുടെ സാരിയുടെ ഇതിന്റെ കസവിന്റെ വിട്ടാണോ അതോ നമ്മുടെ ഷോൾഡറിന്റെ വിട്ടാണോ? ഷോൾഡറിന്റെ വിട്ടും കൂടെ നോക്കിയിട്ടാണ് എടുക്കുന്നത്. ചില സാരിക്ക് ഒരുപാട് കസവുണ്ടാവും, വളരെ തിക്കായിരിക്കും. അപ്പൊ നമുക്ക് അത്ര എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഇത്രയും ചെറുതായിട്ടാണ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-11 പ്ലീറ്റ്സ് ഒക്കെ 10 പ്ലീറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റും. എത്ര പ്ലീറ്റ്സ് കൂടുന്നോ അത്രയും ഭംഗിയായിട്ടിരിക്കും. ആണോ? പ്ലീറ്റ്സ് കൂടുന്നതിനനുസരിച്ച് ഭംഗി ഉണ്ടാവും. നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പോകുന്ന ടീച്ചേഴ്സ് ഒക്കെ കൊടുക്കുന്നത് വേറെ രീതിയാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബ്രൈഡൽ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ. അതെ. അതിനുശേഷം ഇവിടെ എത്രയാണോ ലെങ്ത് വേണ്ട ഏകദേശം ആ ഒരു ലെങ്ത് നോക്കുക. ആ ഒരു ലെങ്ത് നോക്കിയിട്ട് ഫസ്റ്റ് പ്ലീറ്റ് കുറച്ച് വലുതായിരിക്കും. അകത്തോട്ടുള്ള പ്ലീറ്റ്സ് വരുമ്പം അത്രയും വൈഡ് ആയിരിക്കില്ല. കുറച്ച് കുറഞ്ഞിട്ട് ഏകദേശം ഒരു സെന്റിമീറ്ററോ അങ്ങാണം, 1/2 സെന്റിമീറ്ററോ അങ്ങാണം കുറഞ്ഞിട്ടായിരിക്കും എടുക്കേണ്ടത്. അപ്പൊ ഇപ്പോ റഫായിട്ടാണ് ഈ അവിടെ എടുത്ത് വെച്ചിരിക്കുന്ന റഫായിട്ടാണ്. പക്ഷെ ഇവിടെ എടുത്തിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള പ്ലീറ്റ്സ് ആണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഇത് പെട്ടെന്ന് ചെയ്യുമ്പോഴത്തേക്കും ഈ അകത്തുള്ള പ്ലീറ്റ് നമ്മൾ ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. ഇങ്ങനെയാണ് അകത്തുള്ള പ്ലീറ്റ് വരുന്നത്. നേരെ മറിച്ച് ഇത് തിരിച്ചാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പോലും ടെൻഷൻ അടിക്കേണ്ട. പിന്നെ അങ്ങനെ വെച്ചിട്ട് നമുക്ക് സാരി ഡ്രേപ്പ് ചെയ്യാൻ പറ്റും. സാരിയെ ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട്
ഷോൾഡറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ അതിൽ ലെങ്ത് കണക്കാക്കിയാണ് പിൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം ആ ലെങ്ത് കണക്കാക്കിയിട്ടാണ്. പിന്നെ നമ്മുടെ ഈ മുന്താണി എന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ടിന്റെ കുറച്ച് താഴെ നിന്നാൽ മതി. കുറച്ചും ശരിക്കും നമ്മൾ ഇത് വലിച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് വലിച്ച് വെക്കുമ്പോൾ കുറച്ചും കൂടെ ലെങ്ത് വരും. അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത് ഇവിടെ ഇപ്പം കുറച്ച് വെച്ചിരിക്കുന്നത്. അപ്പം മനസ്സിലായില്ലേ, നമ്മൾ ഈ പിൻ ചെയ്യുന്നത് കറക്റ്റ് ലെങ്ത്തിൽ, മുന്താണി എത്ര ലെങ്ത്തിൽ കിടക്കണം അതനുസരിച്ച് പിൻ ചെയ്യുക. പിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുന്താണി നമ്മുടെ മുട്ടിൻ്റെ അല്പം താഴെ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് ഫിനിഷ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ കുറച്ച് വലിക്കുമ്പോൾ അത് കറക്റ്റ് ഹൈറ്റിൽ നിൽക്കും. അതിനുശേഷം ഈ ഒരു ഇവിടെ ഇപ്പം അഭിരാമിക്ക് ഇവിടെ ഒരുപാട് പ്ലീറ്റ് എടുത്ത് വെക്കേണ്ട കാര്യമില്ല. ഇവിടെ നന്നായിട്ട് ടൈറ്റായിട്ട് വലിച്ച് പിടിച്ചിട്ടാണ് ചെയ്യേണ്ടത്. വലിച്ച് പിടിച്ച് അല്ല, അപ്പോൾ അഭിരാമിക്ക് എന്ന് പറയാൻ അത് നോർമലി നമ്മൾ ഇവിടെ ചില ബ്രൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം എന്താ പറയുന്നത് വളരെ മെലിഞ്ഞ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ കുറച്ച് പ്ലീറ്റ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഷേപ്പായിട്ട് കിട്ടും. പക്ഷെ അഭിരാമിക്ക് നല്ല ഷേപ്പായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കൂടുതൽ പ്ലീറ്റ്സ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ കുറച്ച് വണ്ണം കൂടുതലുള്ളതായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് ടൈറ്റായിട്ട് ഒതുക്കി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ വണ്ണം കുറച്ച് കൂടുതലുള്ളവർ ഇവിടെ നല്ലോണം ടൈറ്റായിട്ട് പിടിക്കുക. മെലിഞ്ഞവരാണെങ്കിൽ ഇവിടെ കുറച്ച് പ്ലീറ്റ്സ്, ഷേപ്പ് ഉള്ളവരാണെങ്കിൽ ഇവിടെ ഷേപ്പ്, പിന്നെ തീരെ മെലിഞ്ഞവരാണെങ്കിൽ ഇവിടെ പ്ലീറ്റ്സ് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ പിടിക്കണം. പിടിച്ചിട്ട് ഇവിടെ പിൻ ചെയ്യാം. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പെറ്റിക്കോട്ട് നല്ല ടൈറ്റ് ആയിരിക്കണം. ഒരുപാട് നമ്മുടെ സൈസിൻ്റെ ഡബിൾ സൈസൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ വീതി കൂടുതലായിരിക്കും. പെറ്റിക്കോട്ടിന് വീതി കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ പിൻ ചെയ്യുമ്പോൾ ഈ പിൻ ഇങ്ങോട്ട് വരും. അപ്പൊ ഇത് അല്ലെങ്കിൽ സാരിയുടെ ഷേപ്പ് വെയർ കിട്ടും. ഷേപ്പ് വെയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയാണോ കുത്തുന്നത് കറക്റ്റ് ആയിട്ടിരിക്കും. ഏറ്റവും നല്ലത് ഷേപ്പ് വെയർ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അതിനുശേഷം ഇവിടുത്തെ പ്ലീറ്റ്സ് എടുക്കുകയാണ്. ഇപ്പം ഇത് എടുക്കുമ്പോൾ ഫസ്റ്റ് പ്ലീറ്റ് കുറച്ച് വലുതായിട്ട് എടുക്കുക. അപ്പോൾ ഇപ്പോൾ പ്ലീറ്റ്സ് ഒക്കെ എടുത്തു. ഇത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഈ പ്ലീറ്റ്സ് അകത്തേക്ക് ഇട്ടിട്ട് അകത്തുനിന്ന് നമ്മൾ വലിച്ച് താഴോട്ട് കൂടെ വലിച്ച് അത് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. ചില കുട്ടികൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ തിരികെ കയറ്റി അപ്പോൾ അവിടെ ബഡ്ജ് ചെയ്തിരിക്കും. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അതിന്റെ അകത്തൂടെ നമ്മൾ കൈ വെച്ച് സ്ട്രെയിറ്റ് ആക്കി വെക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വലിച്ചു വെച്ചിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ എടുക്കണം. ഈ നമ്മുടെ പ്ലീറ്റ് ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഈ ഒരു പോർഷൻ അകത്തേക്ക് വലിച്ച് ആ ഭാഗത്തൂടെ വലിച്ച് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. പിൻ ചെയ്യണമെന്നില്ല. അതിനുശേഷം ഈ ബാക്കിയുള്ള ഈ ക്ലോത്ത് ഉണ്ട്, ഈ തുണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഇവിടെ ഇങ്ങനെ ചെയ്ത് വെക്കരുത്. ഇത് ബാക്കിലോട്ട് കൊണ്ടുവന്നിട്ട് വേണം സെക്യൂർ ചെയ്യാൻ വേണ്ടി. ഇത് നമ്മുടെ ഫൈനൽ പ്ലീറ്റ്സ് എല്ലാം കൂടെ പിടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഫ്രണ്ടിലുള്ള പ്ലീറ്റ്സ് പിടിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ടൈറ്റ് ആവും. ടൈറ്റ് ആയതിനു ശേഷം നമുക്ക് ഇവിടെ നന്നായിട്ട് അകത്തോട്ട് വെച്ചിട്ട് സെറ്റ് ചെയ്ത് പിൻ ചെയ്ത് വെക്കാം. ഇപ്പൊ ഈ താഴത്തെ പോർഷൻ കഴിഞ്ഞു. താഴത്തെ പോർഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതിനെ വലിച്ച് സെറ്റ് ചെയ്യാനുണ്ട്. ഇത് നമ്മൾ ഇവിടെ തന്നെ ഓരോ പ്ലീറ്റ്സ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മുടെ ബ്രൈഡിൻ്റെ ഷോൾഡറിൽ പിടിച്ചിട്ട് ഇത് നന്നായിട്ട് വലിക്കണം. നന്നായിട്ട് വലിക്കുമ്പോൾ ഇതൊക്കെയാണ് ടെക്നിക്സ് നോക്കി വെച്ചോളൂ. വലിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ പിൻ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ വലിക്കുമ്പോൾ തന്നെ ഇത് കണ്ടോ, ഈ ഒരു
ഈ വലിച്ചപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ ഉള്ളത് ഏകദേശം ഷേപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഉള്ളത് മാത്രം ഷേപ്പ് ചെയ്താൽ മതി. അത് നമ്മൾ ഇവിടെ നന്നായിട്ട് വലിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലീറ്റ്സ് നല്ല ഷേപ്പായിട്ടിരിക്കും. ഇപ്പൊ നമ്മൾ പ്ലീറ്റ്സ് നേരത്തെ എടുത്തു വെച്ചിരുന്ന പ്ലീറ്റ്സിനെ പ്രോപ്പറായിട്ട് ഇവിടെ പിൻ ചെയ്തിരിക്കുന്നതാണ്. ഇനി ഈ പിൻ ചെയ്യുന്ന കാര്യം സൂര്യ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? പിന്നെ പിൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം. ആ സൈഡിൽ നിന്നിട്ട് ചെയ്യാം. ഇപ്പം ഇവിടെ നന്നായിട്ട് വലിച്ചിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. വലിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഫ്രണ്ടിലെ ഒരു പ്ലീറ്റ് മാറ്റിയിട്ട് ഇങ്ങനെയാണ് പിൻ ചെയ്ത് വെക്കുന്നത്. ഇതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്ലൗസിൻ്റെ അകത്തൂടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാനൊക്കെ. നല്ല കട്ടി ഹെവി സാരി ആണെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സാരികൾക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ഈ ഏറ്റവും ടോപ്പിൽ വരുന്ന പ്ലീറ്റിൻ്റെ തൊട്ട് താഴെയുള്ള പ്ലീറ്റ്സിലാണ് ആ പിന്ന് കുത്തി വെക്കുക. പ്ലീറ്റ് മുതൽ ബ്ലൗസും എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മളിവിടെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഈ ബാക്കിലുള്ള പ്ലീറ്റ്സ് എല്ലാം കൂടെ പിടിച്ചിട്ട് ഇവിടെയും കൂടെ ഒരു പിന്ന് കുത്തി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ മറിഞ്ഞു പോകും. ഈ പ്ലീറ്റ് എല്ലാം പിടിച്ചത് എല്ലാം മറിഞ്ഞു പോകും. അതുകൊണ്ട് ഇവിടെയും കൂടെ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കാം. ഇവിടെ ഒന്ന് പിടിച്ചിട്ട് ഇവിടെയാണ് പിൻ ചെയ്യാൻ പോകുന്നത്. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പിൻ ചെയ്യുന്നത്. ഇതൊന്ന് മാറ്റിയിട്ട് ഇപ്പം ചില ബ്ലൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള വർക്കുള്ള ബ്ലൗസ് ആയിരിക്കും. അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ആ കാര്യമൊക്കെ ഒന്ന് കുറച്ച് ശ്രദ്ധിക്കണം. ഇവിടെയും ഈ ഒരു ഭാഗത്ത് അധികം വർക്ക് വരാത്ത പോലെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ അതിനുശേഷം എല്ലാ പ്ലീറ്റ്സും കൂടെ പിടിച്ച് വെച്ചിട്ട് അയൺ ചെയ്യാണ് ചെയ്യേണ്ടത്. നമ്മൾ ഉടുക്കുമ്പം ലെങ്ത് വരും എന്ന് പറഞ്ഞു. നമ്മൾ നീ ലെങ്ത് നിന്ന് കുറച്ചും കൂടെ താഴ്ത്തിയായിരുന്നു വെച്ചിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മുകളിൽ നന്നായിട്ട് വലിച്ചാണ് വെച്ചത്. വലിച്ചു വെച്ചപ്പോഴത്തേക്കും ഏകദേശം ഒരു 2 ഇഞ്ചോളം നമുക്ക് ലെങ്ത് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു പിൻ ചെയ്യുക. ഈ പിന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മാറ്റാം. നന്നായിട്ട് ഒതുങ്ങുന്ന സാരി ആണെന്നുണ്ടെങ്കിൽ ഈ പിന്ന് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ പ്ലീറ്റ്സ് എല്ലാം ഇവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചിലർക്ക് സാരി ഉടുത്ത് കഴിയുമ്പോൾ ഈ പ്ലീറ്റ് ഇങ്ങോട്ട് മേളിലോട്ട് കയറി വരും. മേളിലോട്ട് കയറി വരുമ്പോൾ കുറച്ചും കൂടെ വണ്ണം തോന്നിക്കും. ഈ കഴുത്തെല്ലാം കൂടെ ഇടുങ്ങിയിരിക്കുന്ന പോലെ തോന്നും. അപ്പം ഈ പ്ലീറ്റിനെ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒരു പിൻ കുത്തി വെക്കണം. അത് വെളിയിൽ കൂടെ കുത്തിയാലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അടുത്ത പ്ലീറ്റ് അതിനെ കവർ ചെയ്തിരുന്നോളൂ. ഇങ്ങനെയാണ്. ചിലപ്പം ചില സാരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ലൂസായിരിക്കും. ഇതിപ്പോൾ ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ലൂസാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലീറ്റ് മാത്രം ഒന്ന് ഇങ്ങോട്ട് വലിക്കണം. ഇങ്ങോട്ട് വലിച്ച് ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഇത് ഇപ്പം ഇവിടെ ഏകദേശം ഈ ഒരു ഭാഗം ടൈറ്റാണ്. ഇനി ഈ ഭാഗം കൂടെ ടൈറ്റ് ആക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ എടുത്ത് ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് ടൈറ്റ് ആക്കി വെക്കുക. അതെവിടെയാണ് ആ പിന്ന് ഈ പിന്ന് കുത്തുന്നത്? ഏകദേശം ഇവിടെ കുത്താം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ താഴ്ത്തിയിട്ട് നമുക്ക് സ്കേർട്ടിന്റെ ഉള്ളിൽ കൂടെ കുത്തി വെക്കാം. അപ്പം ഇവിടെ ഒരു 1-2 പിന്ന് കുത്തി വെച്ചാൽ മതി. ഒരു പിന്നാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നന്നായിട്ട് ടൈറ്റായി. അപ്പം ഇവിടെ ടൈറ്റ് ആക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് ഇവിടെയുള്ള പ്ലീറ്റും നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കും. അതിനുശേഷം തിരിച്ച് നിർത്തിയിട്ട് ഇവിടെയുള്ള പ്ലീറ്റുകളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഈ പ്ലീറ്റ്സ് ഇവിടെ നിന്ന് കിട്ടുന്ന പ്ലീറ്റ്സ് ആണോ? ഇത് അവിടെ നിന്ന് വരുന്ന പ്ലീറ്റാണ്. പക്ഷേ ഇവിടെ നമുക്ക് നല്ല ഷേപ്പ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അതിനുശേഷം ഒന്ന് ഹിപ്പ് ചെയിൻ വെച്ച് കെട്ടുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ ഒതുങ്ങിയിരിക്കും. തീരെ ഒതുങ്ങാത്ത സാരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ പിന്നെയും പിന്നൊക്കെ കുത്തി വെക്കാം. ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്യാം. ഈ പ്ലീറ്റ്സും ഈ ബാക്കിലെ പ്ലീറ്റ്സും എല്ലാം ഒരു ലോ ടെമ്പറേച്ചർ വെച്ചിട്ട് അയൺ ചെയ്യാം. ഒരു പേപ്പറും കൂടെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്, സിൽക്ക് സാരി ആയതുകൊണ്ട്. ഓക്കെ, നമുക്കപ്പം പ്ലീറ്റ്സ് അയൺ ചെയ്ത് വെക്കാം. പ്ലീറ്റ്സ് അയൺ ചെയ്യുന്നത് ഒരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് അയൺ ചെയ്യാൻ പോകുന്നത്.
പ്ലീറ്റ്സ് ആദ്യം എല്ലാം ഒരുമിച്ച് പിടിച്ച് വെക്കണം. പേപ്പർ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം സാരി കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് പേപ്പർ വയ്ക്കുന്നത്. പിന്നെ അതിൻ്റെ പട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും കളർ പെട്ടെന്ന് മങ്ങിപ്പോകും. ഇനി ബാക്കിലുള്ള പ്ലീറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ അയണിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അക്സസറീസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഒരു നെക്ലേസ്, 1-2 മാലയും പിന്നെ ഒരു ഹിപ്പ് ചെയിനും. അപ്പോൾ നമുക്ക് ഹിപ്പ് ചെയിൻ ഇടാം. അക്സസറീസ് എല്ലാം സെറ്റ് ചെയ്യാം. ആദ്യം ഹിപ്പ് ചെയിൻ ഇടാം. ഹിപ്പ് ചെയിൻ ഇടുമ്പോൾ കുറച്ച് താഴ്ത്തി ഇടുന്നതാണ് നല്ലത്. കറക്റ്റ് നടുക്ക് വരുന്ന പോലെ തന്നെ വെക്കണം. പിന്നെ നമുക്ക് നെക്ലേസ് സെറ്റ് ചെയ്യാം. 2 ഹെവി ആയിട്ടുള്ള 2 ചെയിൻ ഇടുന്നുള്ളൂ. നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴും ഹെയർ ഡൂ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് നെക്ലേസ് ഇടണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് നെക്ലേസ് എന്ന് പറയുമ്പോൾ കുറച്ച് ചെറുതായിരിക്കും. അപ്പോൾ തലയിൽ കൂടെ ചെയ്യുമ്പം ഹെയർ ഡൂ എല്ലാം കുറച്ച് ഡാമേജ് ആകും, കുറച്ച് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് 1-2 നെക്ലേസ്, ആ ചെറിയ നെക്ലേസസ് ഒക്കെ ആദ്യം ഇട്ട് സെറ്റ് ചെയ്ത് വെക്കാം. നെക്ലേസ് ഇടുമ്പോൾ നമുക്ക് മുകളിലോട്ടുള്ള മാല പുറത്തോട്ട് കാണുന്ന പോലെയാണ് ഇടേണ്ടത്. താഴോട്ട് ചെയ്യുന്ന മാലകളെല്ലാം അകത്തോട്ടും മുകളിൽ അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു മാലയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും താഴെ, ഇവിടെ വരുമ്പോൾ ഇത് ഏറ്റവും താഴെ, അതിൻ്റെ മുകളിൽ ഇത് നടുക്കുള്ള മാല ഏറ്റവും മുകളിലായിട്ടാണ് നെക്ലേസ് ഇടുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 നെക്ലേസോ അല്ലെങ്കിൽ 3 നെക്ലേസോ ഇടുന്നതാണ്. ഇപ്പോൾ അഭിരാമിക്ക് ചോക്കർ ഇടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അഭിരാമിയുടെ കഴുത്തിന് ഒരുപാട് ലെങ്ത് ഇല്ല. അതുകൊണ്ട് നമുക്കൊരു ചോക്കറിൻ്റെ ആവശ്യമില്ല. ചോക്കർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്ത് കുറച്ചും കൂടി ഇടുങ്ങിയിരിക്കും, അപ്പം കുറച്ചും കൂടെ വണ്ണം തോന്നിക്കും. അതുകൊണ്ടാണ് ചോക്കർ ഒഴിവാക്കിയിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു നെക്ലേസ്, ഒരു ലോക്കറ്റ് ഒന്നും ഇല്ലാത്ത ഒരു നെക്ലേസ് എടുത്തിട്ട് വേണമെങ്കിൽ ഇവിടെ ചെറുതായിട്ടൊന്നും കൊടുക്കാം, വള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അക്സസറീസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാരി ഡ്രേപ്പിങ്ങും അക്സസറീസ് ഇട്ടതുമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.